മനുഷ്യജീവിതം എത്ര മനോഹരമാണ്. നമുക്ക് മുമ്പ് എത്ര കോടി മനുഷ്യർ, എത്ര കോടി അനുഭവങ്ങൾ അല്ലേ? നമ്മൾ ഭാവിയെപ്പറ്റി സ്വപ്നം കാണാറുണ്ട്. എന്നാൽ നമ്മുടെ ഭൂതകാലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അറിയാനും മനസ്സിലാക്കാനും വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റാത്ത എത്രയോ വികാരങ്ങളുണ്ട്. ഒരു ജീവിതം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കടന്നുവന്ന വഴികളെയും മനസ്സിലാക്കണം. അത് നമ്മൾ മാത്രം കടന്നു വന്ന വഴിയല്ല, നമുക്ക് മുമ്പേ ജനിച്ചവർ, അവർക്ക് മുമ്പേ ജനിച്ചവർ. അങ്ങനെ ഭൂതകാലത്തിൽ നടന്നതൊക്കെയാണ് ചരിത്രമാകുന്നത്, പുരാണങ്ങളാകുന്നത്. പുരാണങ്ങളും ഒരു വിധത്തിൽ ചരിത്രമാണ്. ഈ ഭൂമിയിൽ സംഭവിക്കാത്തതൊന്നും തന്നെ പുരാണങ്ങളായിട്ടോ ചരിത്രമായിട്ടോ കാവ്യങ്ങളായിട്ടോ മാറിയിട്ടില്ല. ഇതാദ്യന്തം മനുഷ്യഭാവന എന്ന് തള്ളിക്കളയാൻ സാധിക്കാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. കാരണം ഇന്നത്തെ സംഭവം നാളത്തെ ചരിത്രമാവാം, മറുനാളത്തെ പുരാണമാവാം, അല്ലേ? ഇങ്ങനെ എൻ്റെ സ്വദേശത്തിൻ്റെ അടുത്തുള്ള ഒരു ഗ്രാമമാണ് മെതുകുമൽ. ആ സ്ഥലവുമായി എനിക്ക് ബന്ധം വരുന്നത് എൻ്റെ വല്യമ്മയെ അവിടെ വേളി കഴിച്ചു കൊണ്ടുപോയതുകൊണ്ടാണ്. അങ്ങനെ എൻ്റെ വല്യമ്മ ചെന്ന് കയറിയ കുടുംബത്തിൻ്റെ ഒരു അമാനുഷിക കഥയാണ് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. ചെറുങ്ങുവിളാഹം എന്ന ആ കുടുംബത്തിൽ എൻ്റെ വല്യച്ഛൻ്റെ മുത്തച്ഛൻ ബ്രഹ്മശ്രീ മാധവൻ ചെറുങ്ങുവിളാഹത്ത് പേരുകേട്ട ഒരു മാന്ത്രികനായിരുന്നു. അതായത് വേണാട് എന്നറിയപ്പെട്ടിരുന്ന കന്യാകുമാരി ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗം മുതൽ തിരുവനന്തപുരം വരെ പ്രശസ്തിയും കീർത്തിയും നിറഞ്ഞ വലിയ മാന്ത്രികനായിരുന്നു അദ്ദേഹം. ഈ കഥ നടക്കുന്നത് ആ മുതുമുത്തച്ഛൻ്റെ 30-35 വയസ്സ് പ്രായമുള്ള കാലഘട്ടത്തിലാണ്. സൽക്കർമ്മിയാണെങ്കിലും തന്നെക്കൊണ്ടാവാത്തത് ഒന്നുമില്ല എന്ന വിദ്യാഗർവവുമുള്ള ആളായിരുന്നു അദ്ദേഹം. ജീവിതത്തിൽ ജയം മാത്രം കണ്ടിരിക്കുന്ന ആർക്കും ഇത് സ്വാഭാവികമാണ്. ഇങ്ങനെയിരിക്കെ അനന്തപുരിക്കടുത്ത് അന്ന് വലിയ നഗരമായിട്ടില്ലാത്ത വാഴ്വച്ച ഗോഷ്ടം എന്ന ഒരു ഗ്രാമത്തിൽ ഒരു 16 വയസ്സ് പെൺകുട്ടിക്ക് അമാനുഷികമായ ഒരു ഉപദ്രവമുണ്ടായി. ആ വീട്ടുകാർ എത്രയോ മാന്ത്രികരെ സമീപിച്ചു. ഓരോ മാന്ത്രികരും പ്രശ്നം വച്ച് നോക്കുമ്പോൾ ആ കുട്ടിയിൽ കുടിയേറിയിരിക്കുന്നത് അതിശക്തമായ ശക്തിയാണെന്നും അതിനെ തളയ്ക്കാൻ ശ്രമിക്കുന്ന മാന്ത്രികന്റെ ജീവൻ പോലും അപകടത്തിലാകും എന്ന സത്യം മനസ്സിലാക്കി അവർ ഓരോരുത്തരും കൈയൊഴിഞ്ഞു. മാസങ്ങൾ പിന്നിട്ടു. ഒടുവിൽ ഒരു മാന്ത്രികൻ ഈ ദൗത്യമേറ്റെടുത്ത് കളമൊരുക്കി. എന്നാൽ ആ കർമ്മം പൂർത്തിയാകുന്നതിന് മുമ്പേ തന്നെ അയാൾ രക്തം ഛർദ്ദിച്ചു വീണു. അതോടുകൂടി ആ 16 വയസ്സുകാരിയിൽ ആവേശിച്ചിരുന്ന ആ ശക്തി ഉഗ്രം കൊണ്ടു. ഇനി ആ കുട്ടിക്ക് അധികകാലം മുന്നിലില്ല എന്ന് വീട്ടുകാർക്ക് മനസ്സിലായി. ആ ഘട്ടത്തിലാണ് ചെറുങ്ങുവിളാകത്തിലെ ഈ മഹാമാന്ത്രികനെക്കുറിച്ച് അവർ അറിയുന്നത്. ആ കുട്ടിയുടെ പിതാവ് ഓടിയെത്തി. ഭാഗ്യവശാൽ അന്ന് മാന്ത്രികൻ ചെറുങ്ങുവിളാകത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ആ പിതാവ് തൻ്റെ മകളുടെയും കുടുംബത്തിൻ്റെയും അവസ്ഥയെ വിവരിച്ചു. എന്നാൽ മറ്റു മാന്ത്രികർ കൈയൊഴിഞ്ഞ കാരണത്തെയും ഒരു മാന്ത്രികൻ മരിച്ചുപോയ കാര്യത്തെയും പറയാതെ ഒളിച്ചുവെച്ചു. മാന്ത്രികൻ ആ പിതാവ് പറഞ്ഞത് കേട്ട ശേഷം ഒന്നും മിണ്ടാതെ കുറച്ചു നേരം കണ്ണടച്ച് തൻ്റെ ഉപാസനാമൂർത്തിയെ ധ്യാനിച്ചു. മാന്ത്രികൻ്റെ മറുപടി എന്തായിരിക്കും എന്നറിയാതെ ആ പിതാവ് ഉള്ളു പതറി നിന്നു. കണ്ണടച്ച് ധ്യാനിച്ചിരിക്കുന്ന മാന്ത്രികൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. കണ്ണ് തുറക്കാതെ തന്നെ മാന്ത്രികൻ പറഞ്ഞു, പേടിക്കേണ്ട, ഇന്നിൽ നിന്നും 21-ാം നാൾ ഞാൻ അവിടെ എത്തിക്കൊള്ളാം. അത് കേട്ട ആ പിതാവ്, 21 ദിവസം പോയിട്ട് 21 മണിക്കൂറെങ്കിലും എൻ്റെ മകൾ ജീവിച്ചിരിക്കുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. അങ്ങ് ദയവായി ഉടൻ തന്നെ വരണം എന്ന് പറഞ്ഞു. അത് കേട്ട് മാന്ത്രികൻ ചിരിച്ചുകൊണ്ട്, മാന്ത്രികം എന്നത് അരിക്കച്ചവടമല്ല, ഉടനെ എടുത്തു കൊടുക്കാൻ. അങ്ങനെ ഇറങ്ങി പുറപ്പെട്ട ഒരുത്തനല്ലേ കർമ്മവദ്യയെ രക്തം ഛർദ്ദിച്ചു മരിച്ചത് എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടൻ തന്നെ അവശനായ ആ പിതാവ് ചെറുങ്ങുവിളാകത്ത് മാന്ത്രികന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം വീണു. താൻ ദുരുദ്ദേശത്തോടെ മറച്ചു വച്ചതല്ലെന്നും സത്യങ്ങൾ അറിഞ്ഞാൽ തൻ്റെ മകളുടെ രക്ഷയ്ക്കായി വരാൻ മടിക്കുമോ എന്ന ഭയത്താലാണ് എന്നും നേരം വൈകിക്കാതെ കയ്യോടെ കൂടെ വരണമെന്നും അഭ്യർത്ഥിച്ചു. ആ പിതാവിൻ്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയ മാന്ത്രികൻ, നീ ഇവിടെ എൻ്റെ മുന്നിൽ എത്തിയ ക്ഷണം തന്നെ നിന്റെ കുടുംബവും നിന്റെ മകളും എൻ്റെ രക്ഷാവലയത്തിലാണെന്ന് പറഞ്ഞു. ഒപ്പം ഒരു രക്ഷായന്ത്രം കയ്യിൽ കൊടുത്ത് അത് വീട്ടിൽ സൂക്ഷിക്കാനും മകളെ ഏതൊരു കാരണവശാലും പുറത്തിറങ്ങാതെ ശ്രദ്ധിക്കാനും നിബന്ധനയിട്ട് പറഞ്ഞയച്ചു. തൻ്റെ ജീവിതത്തിൽ ഇതുവരെ നേരിടാത്ത ഒരു അതിഭയങ്കര ശക്തിയോടാണ്
പൊരുതാൻ പോകുന്നതെന്ന സത്യം മനസ്സിലാക്കിയിരുന്നുവെങ്കിലും അത് തനിക്കും തൻ്റെ കുടുംബത്തിനും നൽകാനിരിക്കുന്ന ഭവിഷ്യതയെപ്പറ്റി അദ്ദേഹം അപ്പോൾ അറിഞ്ഞിരുന്നില്ല. താൻ വാക്കുകൊടുത്ത പ്രകാരം 21-ാമത് നാൾ വാൾവച്ച ഗോഷ്ഠത്തിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ ദുശകുനമോ അല്ലെങ്കിൽ നല്ല ശകുനമോ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത ചില ശകുനങ്ങൾ അയാൾ കണ്ടിരുന്നു. അങ്ങനെ ആ മാന്ത്രികൻ ആ കർമ്മം ചെയ്യേണ്ട വീട്ടിലെത്തി ബാധിക്കപ്പെട്ട പെൺകുട്ടിയെ നേർക്കുനേർ കണ്ടു. അവൾ പല്ലിറുക്കി കടിച്ചു ചിരിച്ചുകൊണ്ട് മാന്ത്രികനെ മുഖത്ത് നോക്കാതെ താഴെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നു. അപ്പോൾ അവളിലുണ്ടായ ഭാവം ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലായിരുന്നു. അങ്ങനെ മാന്ത്രിക കർമ്മം തുടങ്ങാനുള്ള സമയമായി. മാന്ത്രികൻ കളമൊരുക്കി മണ്ഡലം വരച്ച് അതിന് മുന്നിലിരുന്ന് പൂജ തുടങ്ങി. ആദ്യം തന്നെ കെട്ടുന്ന ഘട്ടം കഴിഞ്ഞ് ആ കുട്ടിയെ കളത്തിലേക്ക് വന്നിരിക്കാൻ ആജ്ഞാപിച്ചു. അതിന് അത്ര എളുപ്പത്തിൽ അവൾ വഴങ്ങിയില്ല. ഒടുവിൽ ബലം പ്രയോഗിച്ച് ആ കളത്തിലിരുത്തി. ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഒഴികെ മറ്റെല്ലാ പേരെയും മാന്ത്രികൻ പുറത്തേക്ക് അയച്ചു. സ്വന്തം മകളുടെ അവസ്ഥ കണ്ട് ആ അമ്മ കണ്ണീരോടെ പ്രാർത്ഥിച്ചു നിന്നു. മാന്ത്രികം തീവ്രതയിലേക്ക് എത്തിയപ്പോൾ അവളുടെ ആങ്കാരവും ആവേശവും അതേ തീവ്രതയിലേക്കെത്തി. അവൾ മാന്ത്രികനെ ആക്രമിക്കാൻ ശ്രമിച്ചു. എന്നാൽ മാന്ത്രികന്റെ ദൃഢമായ ഒട്ടും പേടിയില്ലാത്ത പ്രയോഗങ്ങൾ കാരണം അവൾക്ക് കടന്നു കയറാൻ സാധിച്ചില്ല. എന്നാൽ മാന്ത്രികൻ അവളിൽ ആവേശിച്ചിരിക്കുന്ന ശക്തിയെ കളത്തിൽ ഒരുക്കി വച്ചിരിക്കുന്ന കാഞ്ഞിരം പാവയിൽ ആവാഹിക്കാൻ ശ്രമം തുടങ്ങി. അത് അത്ര എളുപ്പമായിരുന്നില്ല. എന്നാൽ മാന്ത്രികനും ഒട്ടും തന്നെ പിന്മാറിയില്ല. അവളാണെങ്കിൽ ആ നാടും പ്രദേശവും അവൾക്ക് ചെയ്ത ദ്രോഹത്തിന് അവിടെ മുഴുവനും നശിപ്പിക്കാതെ വിട്ടുപോവില്ല എന്ന വാശിയിലും. മാന്ത്രികൻ ആ നാട്ടുകാരെ കൊണ്ട് ചെയ്തുപോയ തെറ്റിന് മാപ്പ് ചോദിപ്പിക്കാം, അതോടെ അവൾ ശാന്തമായി മാറിക്കൊള്ളണമെന്ന് നിബന്ധന ചെയ്തു. അതുകൊണ്ട് അവൾ തൃപ്തയായില്ല. അങ്ങനെ നീണ്ടുപോയ പല തർക്കങ്ങൾക്ക് ഒടുവിൽ ആ മാന്ത്രികന്റെ ആജ്ഞയ്ക്ക് വഴങ്ങാതെ നിവർത്തിയില്ല എന്ന് അവൾക്ക് മനസ്സിലായി. ആ ഘട്ടത്തിൽ അവൾ തൻ്റെ കണ്ണീരുകൊണ്ട് സങ്കടം പറഞ്ഞ് മാന്ത്രികനെ വശത്താക്കാൻ ശ്രമിച്ചു. അവൾ കൈകൂപ്പി അപേക്ഷിച്ചു, ഒരു ഗർഭിണി പശുവെങ്കിലും തനിക്ക് ബലിയായി കിട്ടണം, എങ്കിലേ എൻ്റെ ആങ്കാരം ശമിക്കുകയുള്ളൂ. ഇനിയും എന്നെ ദ്രോഹിക്കരുത്. മാന്ത്രികനോ അവളുടെ കണ്ണീരിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന വഞ്ചകത്തെ മനസ്സിലാക്കി. ഒരു ജീവനെയും ബലി കൊടുക്കാൻ സാധിക്കില്ല. അവളുടെ മുന്നിൽ മഞ്ഞളും ചുണ്ണാമ്പും ചേർത്ത് തയ്യാറാക്കി വച്ചിരിക്കുന്ന കുരുതി കുടിച്ച് തൃപ്തയായി മാറിക്കൊള്ളണം എന്നതിൽ ഉറച്ചു നിന്നു. അല്ലെങ്കിൽ ആ വീട്ടിൻ്റെ ഈശാന കോണിലെ കിണറ്റിനുള്ളിൽ തന്നെ യുഗാന്തരം ബന്ധനസ്ഥയാക്കും എന്ന് വാക്കു നൽകി. തനിക്ക് മുന്നിൽ വേറെ വഴികളൊന്നും തന്നെ ഇല്ല എന്ന് ബോധ്യമായപ്പോൾ അവൾ ദേഷ്യത്തോടെ മാന്ത്രികനെ നോക്കി. എൻ്റെ ശാപം നീ ഏറ്റുവാങ്ങും എന്ന് പറഞ്ഞ് ആ കുരുതിയിൽ കൈകൾ കൊണ്ട് ഓങ്ങി അടിച്ചു. എന്നിട്ട് ആ കുരുതിയെ കോരി കുടിക്കുകയും ചെയ്തു. അപ്പോൾ മാന്ത്രികൻ അവൾ ആ ദേഹം വിട്ടും വീട് വിട്ടും നാട് വിട്ടും ആ പ്രദേശം വിട്ടും നീങ്ങിപ്പോകാമെന്ന് സത്യം ചെയ്യണമെന്ന് ആജ്ഞാപിച്ചു. വേറെ നിവൃത്തിയില്ലാതെ അവൾ സത്യം ചെയ്തു. തുടർന്ന് ആ കാഞ്ഞിരം പാവയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ആ കാര്യത്തിൽ മാന്ത്രികൻ പരാജയപ്പെട്ടു. അവൾ താൻ ചെയ്ത സത്യപ്രകാരം ആ കുട്ടിയുടെ ദേഹം വിട്ട് വീട് വിട്ട് നാട് വിട്ട് ആ പ്രദേശം വിട്ട് ഒരു ആവേശക്കാറ്റായി അകന്നുമാറി. ആ കുട്ടി തളർന്ന് കളത്തിൽ മറിഞ്ഞു വീഴുന്നു. അവളുടെ മുഖത്ത് തീർത്ഥം തെളിച്ച് ബോധാവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. പൂജിച്ചു കൊണ്ടുവന്ന ഏലസ് വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും കെട്ടിക്കൊടുത്തു. 41 ദിവസം കഴിഞ്ഞ് ആ കുട്ടി പുറത്തിറങ്ങി തൻ്റെ ദൈനംദിന ജീവിതം തുടരാം എന്ന് പറഞ്ഞു. ആ വീട്ടുകാർ മകളുടെ ജീവനെ രക്ഷപ്പെടുത്തിയ മാന്ത്രികന് തൃപ്തിയോടെ ദക്ഷിണ കൊടുക്കാൻ തയ്യാറായി. എന്നാൽ മാന്ത്രികൻ അത് സ്വീകരിക്കാതെ ഇനി നിങ്ങൾക്ക് ഒരു കേടും സംഭവിക്കില്ല എന്ന് അനുഗ്രഹിച്ച് തൻ്റെ സ്വദേശത്തിലേക്ക് യാത്രയായി. കയ്യിൽ അദ്ദേഹത്തിൻ്റെ പൂജാ സാധനങ്ങളടങ്ങിയ കെട്ടിൻ്റെ ഭാരവും മനസ്സിൽ ആ ശക്തിയെ കാഞ്ഞിരം പാവയിൽ ആവാഹിച്ച് പ്രകൃതിയിൽ അലിയിക്കാൻ സാധിക്കാതെ പോയ മനസ്സിൻ്റെ ഭാരവുമായി നടന്നു. തന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തുടങ്ങിയ കർമ്മം പൂർത്തിയായിട്ടില്ല എന്നുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഖനം കൂട്ടി. അത് എപ്പോൾ എവിടെ പൂർത്തിയാകും എന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. ദൂരങ്ങൾ പിന്നിട്ടു. മാന്ത്രികൻ ആ പ്രദേശത്തിൻ്റെ അതിർത്തി കടന്ന് തൻ്റെ യാത്ര തുടർന്നു. നല്ല നിലാവെളിച്ചത്തിൽ വെള്ളി ഉരുക്കി ഒഴിച്ച പോലെ കുളിരേറിയ കാറ്റിൽ മെല്ലെ അലഞ്ഞാടിക്കൊണ്ടിരുന്ന നെൽപ്പാടത്തിൻ്റെ വരമ്പിലൂടെ നടന്നു ചെല്ലുമ്പോൾ
തൻ്റെ പിന്നിൽ കുറച്ചകലെയായി ഒരു ചിലങ്കയണിഞ്ഞ കാലടി ശബ്ദം കാതോർത്തു. മാന്ത്രികന് പിന്നിൽ വരുന്നത് ആരെന്നും വരുന്ന ആളിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും എന്നതിലും വലിയ സംശയങ്ങൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആ ചിലങ്ക ശബ്ദത്തെ ലക്ഷ്യം ചെയ്യാതെ പാടത്തിൻ്റെ വരമ്പ് കടന്ന് പരന്ന് വിരിഞ്ഞു കിടക്കുന്ന കുളത്തിൻ്റെ കരയിൽ വരിയായിട്ട് നിന്ന് യക്ഷിയെപ്പോലെ തലവിരിച്ചാടുന്ന വൃക്ഷങ്ങൾ നിഴൽ വിരിച്ചിരിക്കുന്ന വഴിയിലൂടെ നടന്നു. ഇപ്പോൾ പിന്നിൽ അതേ ചിലങ്ക ശബ്ദത്തിനോടൊപ്പം ഒരു പെൺകുട്ടി വിങ്ങിക്കരയുന്ന ശബ്ദവും കേട്ടു. എന്നാൽ ആ ശബ്ദം മാന്ത്രികനിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കിയില്ല. പിന്നെ ആ കരച്ചിൽ ചിരിയായി മാറി. ഇങ്ങനെ കരച്ചിലും ചിരിയും മാറി മാറി പിന്തുടർന്നു. പുറകെ വരുന്ന ആളിൻ്റെ ഉദ്ദേശം തൻ്റെ ജീവനാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. തിരിഞ്ഞു നോക്കാതെ തന്നെ ഉൾമനസ്സിൽ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടേ പിന്നിൽ വരുന്ന ആളോട് ഉച്ചത്തിൽ തൻ്റെ പുറകെ വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു. ആർക്കും കേട്ട മാത്രയിൽ രോമാഞ്ചനം കൊള്ളുന്ന ധ്വനിയിൽ അവൾ തിരിച്ചു ചോദിച്ചു, ഞാനിനി എവിടെ പോകും? മാന്ത്രികൻ ഒന്ന് ആലോചിച്ചു. എന്നിട്ട്, തനിക്ക് സൽഗതി കിട്ടാനുള്ള വഴിയാണ് ഞാൻ കാട്ടിത്തന്നത്. എന്നാൽ താനത് നിഷേധിച്ചു. ഇനി അത് എൻ്റെ വിഷയമല്ല എന്ന് മറുപടി കൊടുത്തു. ഇത് കേട്ടതും, ഇങ്ങോട്ട് തിരിഞ്ഞ് എൻ്റെ മുഖത്ത് നോക്കി പറയൂ എന്നവൾ ആവശ്യപ്പെട്ടു. ആ ക്ഷണം അവൾ തൻ്റെ തൊട്ടു പുറകിൽ നിൽക്കുന്നത് മാന്ത്രികൻ മനസ്സിലാക്കി. അവളുടെ ശ്വാസത്തിൻ്റെ ചൂട് തൻ്റെ മുതുകിൽ അനുഭവപ്പെട്ടു. അവളെ അവഗണിക്കാൻ സാധിക്കില്ലെന്ന് മാന്ത്രികന് മനസ്സിലായി. എൻ്റെ മുഖത്തു നോക്കൂ എന്നവൾ ആജ്ഞാപിച്ചു. മാന്ത്രികൻ തൻ്റെ മാന്ത്രിക പെരമ്പുകൊണ്ട് തനിക്ക് മുന്നിൽ ഒരു നീണ്ട വര വരച്ചു. എന്നിട്ട് ആ വരയെ മറികടന്ന് അപ്പുറത്തു നിന്നു. അപ്പോഴും മാന്ത്രികൻ തിരിഞ്ഞു നോക്കിയില്ല. വന്ന വഴി തിരിഞ്ഞു നോക്കുന്നത് എൻ്റെ ശീലമല്ല എന്ന് മറുപടി പറഞ്ഞു. മുഖം നോക്കി സംസാരിക്കണമെങ്കിൽ നീ എൻ്റെ മുന്നിൽ വരൂ എന്ന് ആവശ്യപ്പെട്ടു. അതിരൂപസുന്ദരിയായ ഒരു 14കാരിയായി അവൾ മാന്ത്രികൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മാന്ത്രികൻ തൻ്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവുമില്ലാതെ അവളുടെ മുഖത്തേക്ക് നോക്കി. ആർക്കും ദയ തോന്നിപ്പിക്കുന്ന ഒരു നിഷ്കളങ്ക രൂപമായിരുന്നു മാന്ത്രികൻ കണ്ടത്. താങ്കൾ എനിക്ക് ഇരിക്കാൻ പോലും ഒരു സ്ഥലമില്ലാതാക്കി എന്നെ ഇങ്ങനെ അനാഥയായി വിട്ടിട്ട് പോയാൽ ഈ ശാപം താങ്കളുടെ 7 തലമുറയ്ക്കും വിട്ടുമാറില്ല. ഇത് സത്യം എന്ന് പറഞ്ഞു. മാന്ത്രികൻ ഒന്ന് ആലോചിച്ചിട്ട്, ആ, തനിക്കൊരു ഇരിപ്പിടം കാട്ടിത്തരാം. എന്നാൽ എൻ്റെ മുന്നിൽ മുട്ടുകുത്തി തല താഴ്ത്തുക എന്ന് ആജ്ഞാപിച്ചു. ഇത് പറഞ്ഞിരിക്കവേ മാന്ത്രികൻ തൻ്റെ മുണ്ടിൻ്റെ കോന്തയിൽ നിന്നും മന്ത്രം ഉരുവേറ്റിയ ഒരു ഉടമുൾ അവൾ അറിയാതെ തന്നെ വിരലുകൊണ്ട് ഉരുവിയെടുത്തിരുന്നു. അവൾ തൻ്റെ മുന്നിൽ മുട്ടുകുത്തി തല താഴ്ത്തിയ ക്ഷണത്തിൽ അവളെ തളയ്ക്കുന്ന ബീജാക്ഷരങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ആ ഉടമുൾ അവളുടെ ഉച്ചന്തലയിൽ അമർത്തി ഇറക്കി. എന്നിട്ട്, നീ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഇതേ രൂപത്തിൽ ഇരിക്കെ എന്ന് ഉത്തരവിട്ടു. മാന്ത്രികനെ മയക്കാൻ താനെടുത്ത മായാരൂപത്തിനുള്ളിൽ തന്നെ താൻ തളയ്ക്കപ്പെട്ടത് മനസ്സിലാക്കി അവൾ സ്തംഭിച്ചു നിന്നു. വിഷാദഭാവത്തോടെ മാന്ത്രികനെ നോക്കി കണ്ണീരൊഴുക്കി, ഈ രൂപത്തിൽ അനാഥയായി ഞാൻ എങ്ങനെ എവിടെ കഴിയും? ഇതെനിക്ക് താൻ ചെയ്ത വലിയ പാതകമല്ലേ എന്നവൾ വിഷമിച്ചു. വിഷമിക്കേണ്ട കുട്ടി, നിന്നെ അങ്ങനെ അനാഥയാക്കി പോകാനല്ല ഞാനിത് ചെയ്തത്. എൻ്റെ ഒപ്പം വന്നോളൂ, നമ്മുടെ കുടുംബത്തിൽ ഒരംഗമായി നമ്മളോടൊപ്പം കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് മറുപടിക്ക് കാത്തു നിൽക്കാതെ മാന്ത്രികൻ അവളെ കടന്നു നടന്നു. മറ്റെല്ലാ വഴികളും അടഞ്ഞത് മനസ്സിലാക്കി വേറെ നിവൃത്തിയില്ലാതെ അവൾ മാന്ത്രികനെ പിന്തുടർന്നു. അങ്ങനെ മാന്ത്രികനെ പിന്തുടർന്ന് അവൾ മെതുകുമൽ പ്രദേശത്തിലെത്തി. ചെറുങ്ങുവിളാകം വീട്ടിൽ തൻ്റെ മകൻ്റെ വരവും കാത്ത് അത്താഴമൊരുക്കി കാത്തിരുന്ന ആ അമ്മയെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ അവളെയും കൊണ്ട് ആ മാന്ത്രികൻ തൻ്റെ ഗൃഹത്തിലെത്തി. അമ്മയ്ക്ക് പരിചയപ്പെടുത്തി. പേര് ഭദ്ര, ബ്രാഹ്മണക്കുട്ടിയാണ്. ആരും ആദരവിനില്ലാത്തതിനാൽ ഞാനിങ്ങ് കൂട്ടിക്കൊണ്ടുവന്നു. അവളുടെ ആചാരങ്ങൾ മുടക്കാതെ അമ്മ നോക്കിക്കൊള്ളണം. അമ്മയ്ക്കൊരു കൂട്ടായി അവൾ ഇവിടെ കഴിഞ്ഞോളും. അമ്മ അവളുടെ വിവരങ്ങൾ കൂടുതൽ ചോദിക്കാൻ പോകണ്ട. തെക്കേ മുറി അവൾക്കായി ഒരുക്കിക്കൊടുക്കാം. ഇങ്ങനെ അമ്മയോട് പറഞ്ഞ ശേഷം അദ്ദേഹം ഭദ്രയോട് എനിക്ക് തന്നിട്ടുള്ള വാക്ക് എപ്പോഴും ഓർമ്മയിരിക്കണം എന്ന് പറഞ്ഞതും അവൾ ശരിയെന്ന് തലയാട്ടി വീട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു. ആ വീട്ടിൽ അവൾക്കായി കൊടുത്ത തെക്കേ മുറി അവൾ സ്വന്തമാക്കി. മാന്ത്രികൻ അമ്മയോട് രഹസ്യമായി എന്ത് കാരണവശാലും അവൾക്ക് തലയിൽ പേനു നോക്കുകയോ എണ്ണ തേച്ചു കൊടുക്കുകയോ ചെയ്യരുത് എന്ന് താക്കീത് നൽകി. മാത്രമല്ല, രാത്രിയിൽ അവൾ ഉറങ്ങാനായി അവളുടെ മുറിയിൽ കയറി വാതിലടച്ചു കഴിഞ്ഞാൽ
പിറ്റേന്ന് വെളുപ്പിന് അവളായി പുറത്തിറങ്ങുന്നതുവരെ യാതൊരു കാരണവശാലും അവളെ മുട്ടി വിളിക്കാൻ പാടില്ല. അവൾക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം അവൾ ഇവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞു. ആ അമ്മയുടെ മനസ്സിൽ നിരവധി ചോദ്യങ്ങൾ ഉദിച്ചുവെങ്കിലും മകൻ്റെ വാക്കിനും പ്രവൃത്തിക്കും അർത്ഥമുണ്ടാവും എന്ന് ഉറപ്പുള്ളതിനാൽ അവരൊന്നും ചോദിക്കാതെ സമ്മതിച്ചു. അങ്ങനെ ഭദ്ര ആ വീട്ടിലെ ഒരംഗമായി. ആ വീട്ടിലെ അമ്മയുടെ ദിവസേന ജോലികളും സുലഭമായി. എന്തിനും ഏതിനും ഭദ്രയുണ്ട്. പക്ഷേ അസാമാന്യ വേഗതയിലാണ് ഭദ്ര എല്ലാ ജോലികളും ചെയ്തിരുന്നത്. അത് അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും അവളോടൊന്നും കേൾക്കാൻ നിന്നില്ല. എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് ശേഷം ആ അമ്മ തൻ്റെ മകനോട് ചോദിച്ചു, സത്യത്തിൽ ഈ കുട്ടി ആരാണ്? അവളുടെ അതീതമായ വേഗത എനിക്ക് ഭയമാകുന്നു. അവളുടെ സമീപത്തിൽ എനിക്ക് പൂർണ്ണ സുരക്ഷിത അനുഭവപ്പെടുന്നു. പക്ഷേ അതേസമയം തിരിച്ചറിയാൻ പറ്റാത്ത ഏതോ പേടി ഉൾമനസ്സിലുണ്ട്. അയാൾ ചെറുപുഞ്ചിരിയോടെ, അമ്മയ്ക്ക് അറിയേണ്ടതെല്ലാം ഞാൻ ആദ്യമേ അറിയിച്ചിട്ടുണ്ട്. അവളെ വ്യത്യാസമായി കാണരുത്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കാത്തതുവരേക്കും പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി. ഭദ്ര ആ വീട്ടിൽ കുടിയേറി ഏകദേശം 1 വർഷകാലമായി. പകൽ മുഴുവനും ആ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് അമ്മയെ സഹായിച്ചു കഴിയുന്ന ഭദ്ര രാത്രി തനിക്ക് നൽകിയിട്ടുള്ള മുറിക്കകത്ത് കയറി വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ ആങ്കാര രൂപിണിയാകും. തന്നെ തളച്ചിരിക്കുന്ന മാന്ത്രിക കെട്ടിനെ അതിക്രമിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലാണവൾ. അങ്ങനെ ഒരു ദിവസം ബ്രഹ്മശ്രീ മാധവൻ ഒരു മാന്ത്രിക പൂജയ്ക്കായി കുറച്ച് അകലെ വേറൊരു നാട്ടിലേക്ക് പോയി. ആ സമയം മെതുകുമൽ ഗ്രാമത്തിൽ പേമാരി പെയ്യാൻ തുടങ്ങി. ഒപ്പം ചുഴനടിക്കുന്ന കൊടുങ്കാറ്റും. പ്രകൃതിയുടെ രുദ്രതാണ്ഡവുമായിരുന്നു ആ 3 ദിവസങ്ങൾ. പെരുങ്കുളം നിറഞ്ഞ് കവിഞ്ഞ് കര പൊട്ടാറായി. കൊടുങ്കാറ്റിൽ പനകളും മറ്റു മരങ്ങളും മുറിഞ്ഞു മറിഞ്ഞു വീഴുന്നിരുന്നു. മഴ തോർന്നപ്പോൾ ഗ്രാമവാസികൾ മുറിഞ്ഞു വീഴ്ന്നു കിടന്ന മരങ്ങളും കൊമ്പുകളും തങ്ങളുടെ സ്വന്തം ആവശ്യത്തിനായി ശേഖരിക്കാൻ പോയി. ആ ദൃശ്യം കണ്ടുനിന്ന ഭദ്രയുടെ മനസ്സിൽ തന്നെ പൂട്ടിയിരിക്കുന്ന വാതിൽ തുറക്കാനുള്ള താക്കോൽ എങ്ങനെ കൈക്കലാക്കാമെന്ന ബുദ്ധി ഉദിച്ചു. അതിൻ പ്രകാരം അവൾ അമ്മയോട് ഞാനും പോയി വീട്ടാവശ്യത്തിനുള്ള വിറക് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് മറുപടിക്ക് കാത്തു നിൽക്കാതെ ചാടി ഓടിപ്പോയി. അടുത്ത മണിക്കൂറുകളിൽ ചെറുങ്ങുവിളാകത്തിൻ്റെ വിറകുപുര ഭദ്ര നിറച്ചു. എന്നിട്ട് ക്ഷീണിതയായി അമ്മയുടെ പക്കൽ വന്നിരുന്നു. അമ്മയ്ക്ക് ആ കുട്ടിയോട് സഹതാപം തോന്നി. ആദരവോടെ അവളുടെ തലയിലൊന്ന് തലോടി. ഭദ്ര വേദന സഹിക്കാത്തവളായി അമ്മയെ എന്ന് വിളിച്ചു. അമ്മ പതറിപ്പോയി. അമ്മയ്ക്ക് മുന്നിൽ തല താഴ്ത്തി ഉച്ചന്തല കാണിച്ച് ഏതോ മുള്ളു കുത്തിയപോലെ വേദനയുണ്ടമ്മേ എന്ന് പറഞ്ഞു. അമ്മ ഒന്ന് നോക്കിയപ്പോൾ അവളുടെ തലയിൽ കുത്തി ഇറങ്ങിയിരിക്കുന്ന മുള്ളു കണ്ടു. അമ്മയ്ക്ക് വല്ലാതെ സങ്കടം തോന്നി. അതേ കുഞ്ഞെ, വലിയ മുള്ളാണല്ലോ കുത്തി ഇറങ്ങിയിരിക്കുന്നത്. അമ്മ അതൊന്ന് പിഴുതെടുത്ത് തരാമോ? എനിക്ക് വേദന സഹിക്കുന്നില്ല എന്നവൾ ആവശ്യപ്പെട്ടു. അമ്മയും പതറിയ കൈയോടെ ആ മാന്ത്രിക മുള്ള് വലിച്ചൂരിയെടുത്തു. അടുത്ത ക്ഷണം തന്നെ ഇത്രയും കാലം തന്നെ തളച്ചിരിക്കുന്ന മാന്ത്രിക പൊട്ട് പൊട്ടിയ ആവേശത്തിൽ ഭദ്ര ആങ്കാര രൂപം കൊണ്ട് ഒറ്റമൊഴി കുരവയുമിട്ട് ഉയർന്നെഴുന്നു. അവളുടെ ഉഗ്രരൂപം താങ്ങാനാവാതെ അമ്മ അബോധാവസ്ഥയിൽ നിലത്തു വീണു. തൊഴുത്തിൽ നിന്നിരുന്ന ഗർഭിണിയായ പശു വിരണ്ട് കയറ് പൊട്ടിച്ച് ചാടി. ഭദ്ര ആ പശുവിനെ പിളർന്ന് നിണം കുടിച്ചുകൊണ്ട് അവിടുന്ന് ഓടിപ്പോയി പെരുങ്കുളത്തിൽ ചാടി. അവളുടെ അമാനുഷ്യത ആ കുളത്തിൽ കുടികൊണ്ടു. ദൂരെ തൻ്റെ കർമ്മത്തിനിടയിൽ ഒരു നിമിത്തം മൂലം തൻ്റെ തറവാട്ടിൽ നടന്നു കഴിഞ്ഞ സംഭവത്തെ മാന്ത്രികൻ ഊഹിച്ചറിഞ്ഞു. ഏറ്റെടുത്ത ദൗത്യം പൂർത്തിയാക്കിയിട്ട് ഒട്ടും വൈകാതെ മെതുകുമലിലേക്ക് ഓട്ടമായി. ചെറുങ്ങുവിളാകത്ത് എത്തി. അവസ്ഥകൾ മനസ്സിലാക്കി. അമ്മയാണെങ്കിൽ പേടിച്ച് പനിച്ച് കിടക്കുകയായിരുന്നു. അമ്മയ്ക്ക് ഭസ്മമിട്ട് ആശ്വാസപ്പെടുത്തിയ ശേഷം ഭദ്ര താവളമടിച്ചിരിക്കുന്ന പെരുങ്കുളത്തിലേക്ക് മാന്ത്രികൻ ചെന്നു. അവൾ മുന്നിലും ഏറെ ശക്തിയായിരിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കി. എന്നാൽ അവളെ അങ്ങനെ വിടുന്നത് നാട്ടിനും നാട്ടാർക്കും നന്മയുള്ളതല്ല എന്നതിനാൽ മാന്ത്രികൻ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങി. ഒരു മണ്ഡലകാലം കഠിന വ്രതമെടുത്ത് പൂജ തുടങ്ങി. അവൾ മാന്ത്രികന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മാന്ത്രികൻ അവളെ തളച്ചുപൂട്ടിയതിന് മാപ്പ് അപേക്ഷിച്ചു. അതേസമയം അവൾ കാണിച്ച ക്രൂരതയെ തൻ്റെ തെറ്റിന് ഈടാക്കാമെന്ന് സമ്മതിച്ചു. എന്നിട്ട് പൂജാകർമ്മം മൂലം അവളെ ശാന്തമാക്കി. ഇത്രയും നാൾ ക്രൂരശക്തിയായിരുന്ന നീ ക്രോധം തണിഞ്ഞ് എൻ്റെ വംശത്തെയും ഈ നാട്ടിനെയും കാക്കുന്ന അമ്മയായി തീരണം. ഇവിടെ നിനക്കായി ഒരു ക്ഷേത്രമൊരുക്കാം. അതിൽ അമ്മയായി കുടികൊള്ളണം. ഞാൻ നിന്റെ ഉപാസകനാകാം. ആണ്ടുതോറും ഇതേ നാളിൽ നിനക്ക് ഉത്സവമെടുത്ത് പ്രീതിപ്പെടുത്താം. നീ ഞങ്ങൾക്ക് കാവലായി
ഊഴിയുള്ള കാലം വരെ ഇവിടെ നിവസിക്കണം എന്ന് അപേക്ഷിച്ചു. അങ്ങനെ ആ അപേക്ഷയേറ്റ് ഭദ്രകാളി ഭാവത്തിൽ അവിടെ നിലകൊണ്ടു. മാന്ത്രികൻ ബ്രഹ്മശ്രീ മാധവൻ ആ ദേവിക്ക് ഉപാസകനായി. കാലങ്ങൾ പിന്നിട്ടു. ആ മാന്ത്രികന് കുടുംബവും സന്തതികളുമായി. വയസ്സു മുതിർന്നു. ആ ദേവിയുടെ സാന്നിധ്യത്തിൽ തൻ്റെ 96ാമത്തെ വയസ്സിൽ സമാധിയുമായി. മാന്ത്രികൻ ബ്രഹ്മശ്രീ മാധവൻ ചെറുങ്ങുവിളാകത്ത് കുടുംബത്തിൻ്റെ മന്ത്രമൂർത്തിയായി ഇന്നും നിലകൊള്ളുന്നു. കാവൽ ദേവതയായി ഭദ്രകാളിയും. ഇന്നും ഇനി വരാൻ പോകുന്ന കാലങ്ങളിലും ഈ ദേവിയുടെ രക്ഷാവലയത്തിലാണ് ചെറുങ്ങുവിളാകത്ത് കുടുംബം. ഏറ്റവും നാശം ചെയ്യുന്ന ക്രൂരശക്തിക്ക് രക്ഷിക്കാനും കഴിയും. ഈ ദേവിയുടെ കാരുണ്യവും അനുഗ്രഹവും നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടാകും. ഓം ശാന്തി.